അൻവർ ഇപ്പോഴും പറയുന്നത് ആരൊക്കെയോ തന്നെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെയാണ്. അതിന്റെ സാധ്യതകൾ സത്യത്തിൽ ഇപ്പോൾ ഇനി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം അതിന്റെ സകല സാധ്യതകളും അടഞ്ഞതല്ലേ? നിലവിലെ അവസ്ഥയിൽ കോൺഗ്രസോ യു ഡി എഫിന്റെ ഏതെങ്കിലും നേതാക്കളോ പിന്നെ പി വി അൻവറുമായി ബന്ധപ്പെട്ട സാധ്യതയില്ല എന്ന് നമ്മൾ അറിഞ്ഞത്. നമ്മൾ പലരും സംസാരിച്ചിരുന്നു. അപ്പോഴും ഇനി അദ്ദേഹം ഒരു ചർച്ചയുടെ സാധ്യത തന്നെയില്ല. അദ്ദേഹം തന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും മാത്രമല്ല അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്ന തരത്തിലുള്ള ആത്മവിശ്വാസത്തിന് പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി പിന്നാലെ നടക്കേണ്ടതില്ല എന്നൊരു മറുപടിയാണ് പറഞ്ഞത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും പി കെ ഫിറോസും വാർത്താ സമ്മേളനം നടത്തും. നമുക്ക് കാര്യം ചോദിക്കാം. 12 മണിക്ക് രമേശ് ചെന്നിത്തലയും വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അതിൽ നമ്മൾ ഈ കാര്യം ചോദിക്കാം. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അന്യ നീക്കങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നതായി നമുക്ക് വിവരം നമുക്ക് ലഭിക്കുന്നില്ല. അതേസമയം പി വി അൻവറിനെ സംബന്ധിച്ചോളം പി വി അൻവർ ഇപ്പോൾ നടത്തുന്ന പ്രസ്താവനകൾ യു ഡി എഫ് ക്യാമ്പ് പറയുന്നത് ഞങ്ങൾ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് തികച്ചും പ്രായോഗികമല്ലാത്ത രീതിയിലാണ് പി വി അൻവർ യു ഡി എഫുമായി സംസാരിച്ചത് എന്നത് ഒരു പക്ഷേ പൊതുജനങ്ങൾ കൂടി മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു പ്രസ്താവനകൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുടെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് യു ഡി എഫ് പി വി അൻവറുമായി കൈകൊടുക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പക്ഷേ വോട്ടർമാർക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ. അതുകൊണ്ട് തന്നെ അതങ്ങനെ മുന്നോട്ട് പൊയ്ക്കോട്ടെ, അതിൽ പ്രത്യേകിച്ച് പ്രതികരിക്കാനില്ല എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എൽ ഡി എഫും യു ഡി എഫും നേരിട്ട് അവർ വാക്ഫൈറ്റ് നടത്തി, അവർ പ്രസ്താവനകൾ നടത്തി കള്ളം അവരുടേതാക്കി മാറ്റാനുള്ള ശ്രമങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. അത് തുടക്കം യു ഡി എഫ് കൺവെൻഷൻ മുതൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൺവെൻഷൻ, എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ മുതൽ യു ഡി എഫ് കൺവെൻഷൻ, അവിടുന്ന് അങ്ങോട്ട് എ വിജയരാഘവൻ്റെ, എം വി ഗോവിന്ദൻ്റെ പ്രസ്താവനകൾ, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശൻ്റെ വാർത്താ സമ്മേളനം, ഇതെല്ലാം തന്നെ എൽ ഡി എഫിനെ യു ഡി എഫിനെ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്ന പ്രസ്താവനകൾ ആയി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കഴിയുന്നതോടുകൂടി പി വി അൻവറിൻ്റെ വിസിബിലിറ്റി കുറേ കൂടി കുറയും. അങ്ങനെ എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടത്തിലേക്ക് കളം മാറും എന്നാണ് രണ്ട് മുന്നണികളും കരുതുന്നത്. അത് യു ഡി എഫ് അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്, അങ്ങനെ മാറാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ രീതിയിലാണ് മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു ചർച്ചയുടെ സാധ്യത ഇപ്പോൾ തുറന്നിട്ടിട്ടേയില്ല, അൻവർ എന്തെങ്കിലുമൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും.